നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. CMRL എക്സാലോജിക് നോക്കുകൂലി ഇടപാടിൽ പ്രധാന കുറ്റവാളി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ MLA. CMRL രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കുമായി നൽകിയ 135 കോടി കൈക്കൂലി പണത്തിൽ 100 കോടിയും പോയത് വിജയനിലേക്കാണ്. CMRL നിയന്ത്രണത്തിലുള്ള KREML ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശപ്പെടുത്തിയ 45 ഏക്കർ ഭൂമി നിയമാനുസൃതമാക്കാൻ P. വിജയൻ മുൻകൈയെടുത്തതിൻ്റെ രേഖകളും പുറത്ത്. KSIDCയെ കൂടി പങ്കാളിയാക്കിയുള്ള മിനറൽ പാർക്ക് പദ്ധതിയുടെ പേരിലാണ് CMRLന് മിച്ചഭൂമി സ്വന്തമാക്കാനുള്ള വഴി തെളിച്ചത്. നോക്കുകൂലി 100 കോടിയോ? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. പരാതിക്കാരൻ ഷോൺ ജോർജ്, BJP നേതാവ് അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ്, കോൺഗ്രസ് വക്താവ് വസന്ത് തെങ്ങുംപള്ളി, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ഷോണിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഷോൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷോൺ, ഹൈക്കോടതി ഇന്നും ആവർത്തിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് KSIDC SFIO അന്വേഷണത്തിന് എതിരെ നിൽക്കുന്നു? KSIDCയുടെ പ്രതിനിധി CMRLൻ്റെ ഡയറക്റ്റ് ബോർഡ് അംഗമാണെങ്കിലും CMRL എക്സാലോജിക് ക്രമക്കേടിൽ പങ്കില്ല എന്ന നിലപാട് KSIDC കോടതിയിൽ സ്വീകരിച്ചപ്പോൾ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നിട്ടും കമ്പനിക്കുള്ളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് അറിവില്ല എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള SFIO അന്വേഷണത്തെ എന്തിനാണ് എതിർക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഈ ഡീലിൽ KSIDC എന്തൊക്കെയോ ഒളിക്കുന്നു. അതുകൊണ്ടല്ലേ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനെ തന്നെ ഇറക്കി അന്വേഷണം റദ്ദാക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്നത്? ഷോൺ, ഇന്ന് കോടതിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. ഇന്ന് കോടതിയിൽ KSIDC CMRLും അതുപോലെ എക്സാലോജിക്കും ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അതിൽ അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ലെന്നും ആ ക്രമക്കേട് നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പക്ഷേ കോടതി ഇന്ന് തിരികെ ചോദിച്ചത്, ഇതൊരു പബ്ലിക് മണിയാണ്. 20 കോടി രൂപ, ഈ 135 കോടി രൂപയിൽ തന്നെ 20 കോടി രൂപ KSIDCക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ തുക എങ്ങനെ നഷ്ടം വന്നു, ഈ ക്രമക്കേട് എങ്ങനെ നടന്നു എന്ന് നിങ്ങളുടെ നോമിനി ഡയറക്ടർ അറിയാതെയാണ് ഇത് നടന്നതെങ്കിൽ അത് എങ്ങനെയാണ് നടന്നതെന്ന് അറിയാനല്ലേ ഈ അന്വേഷണം? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ അന്വേഷണത്തെ എതിർക്കുന്നത് എന്നാണ് ചോദിച്ചത്. 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഒന്ന്, അവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. 2, മറ്റ് 2 ആളുകൾ ഇതിനകത്ത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന എക്സാലോജി കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയും അതുപോലെ തന്നെ CMRLും കുറ്റക്കാരാണെന്ന് KSIDC അവിടെ സമ്മതിച്ചു. ഈ 2 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല. അല്ല ഷോണ, ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണല്ലോ KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. അല്ല, ഇത് നീണ്ടുപോകുന്നതിനകത്ത് അന്വേഷണത്തിന് യാതൊരു തടസ്സങ്ങളില്ല. കാരണം അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSIDC കോടതിയെ സമീപിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഷോൺ ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഷോൺ പറഞ്ഞു, മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ പറഞ്ഞു. അതായത് CMRLും എക്സാലോജിക്കും എന്തൊക്കെയോ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ നിരപരാധിയാണ് എന്ന് കോടതി തുറന്ന് സമ്മതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും കോടതി ചോദിച്ചത് തന്നെയാണ് ശരി. അങ്ങനെയെങ്കിൽ എന്തിന് SFIO അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നു, എന്തിന് എതിരെ നിൽക്കുന്നു എന്ന് കോടതി സ്വാഭാവികമായും അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇതിലൊരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ കോടതിക്ക്? ഇപ്പോൾ മാർച്ച് 12-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. CS വൈദ്യനാഥന് ഇങ്ങനെ 25 ലക്ഷം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ 25 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അല്ല, അതിലുള്ള ഒരു സങ്കടം, വ്യസനം ആണ് ഞാൻ അറിയിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു? അത് സെറ്റിൽ ചെയ്യാനുള്ള സമയമായില്ലേ?
ഒരു കണക്കിന് സെറ്റിൽ ചെയ്യാനുള്ള സമയമൊന്നല്ല. ഈ അന്വേഷണം കഴിഞ്ഞ ജനുവരി 31 SFI അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പോലെ അന്വേഷണം ഓണാണ്. ആ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു നടപടി ബാംഗ്ലൂർ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ആ നാടകങ്ങൾ നടന്നെങ്കിൽ ആ നാടകങ്ങളെല്ലാം പൊളിഞ്ഞു വീണു. ഇപ്പോൾ സ്വാഭാവികമായും സീനിയർ അഭിഭാഷകർ വരുമ്പോൾ അവരോടുള്ള മര്യാദ എന്ന നിലയിൽ മാത്രം കേസ് കുറച്ച് മുമ്പോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഈ കേസ് എത്ര കാലം ഹൈക്കോടതി മുമ്പോട്ട് പോയാലും അത് കേസിന്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതല്ല. കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ബാധിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചേട്ടൻ പങ്കുവെച്ച ഒരു കാര്യം, നമ്മൾക്ക് എനിക്കും നിങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ട ഏറെക്കുറെ ഇപ്പം വൈദ്യനാഥൻ സാറ് പങ്കെടുക്കുന്ന ഇപ്പൊ 3 പ്രാവശ്യം ഓൺലൈൻ അപ്പിയറൻസും ഇപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസും കോടതിയിലുണ്ടായി. ആദ്യത്തെ ദിവസം അദ്ദേഹം അപ്പിയർ ചെയ്തപ്പോൾ 25 ലക്ഷം രൂപ ആണ് അദ്ദേഹത്തിന്റെ ബില്ല് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് തന്നെ 1 കോടി രൂപയിൽ അധികമായി. ഇത്രയേറെ കേരളത്തെ കട്ടുപിടിച്ച് ഇത്രയേറെ KSIDCയെയും നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട പണത്തെയും കട്ടുപിടിച്ചിട്ട് ആ മോഷണം വെളുപ്പിക്കാനായി അല്ലെങ്കിൽ ആ മോഷണം പിടിക്കപ്പെടാതിരിക്കാനായി വീണ്ടും നമ്മുടെ പണം ഉപയോഗിച്ച് വലിയ അഭിഭാഷകരെ കൊണ്ട് ഹൈക്കോടതിയിൽ ഇറക്കുമ്പോൾ ഇതൊക്കെ നിലവിൽ നമുക്കിത് കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഈ അന്വേഷണത്തിന്റെ അവസാനം ഇതിനെല്ലാം മറുപടി ഉണ്ടാവും 100%. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് പല 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 കോണുകളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ന് 2020 അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പരാമർശിക്കും നമ്മൾ കേട്ടു. ഞാൻ എന്നെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ ജയിലിൽ അയക്കും. എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകനാണ് താങ്കളെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ജയിലിൽ പോകാൻ അർഹതയുള്ള ഒരാളുടെ കാര്യം രഹസ്യമായി മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടിരിക്കാൻ അർഹതയില്ല. അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാണ്. അല്ല ഷോണെ, കിറ്റക്സ് മുതലാളിയും നമ്മുടെ PVയും പണ്ട് ചക്കരയും ഈച്ചയും പോലെയായിരുന്നു. അത് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേസ് ഒരു വാശിക്ക് തുടങ്ങിയത് ഞാൻ. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഇത് ഇനി മുമ്പോട്ട് പോകരുത്. എന്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഇനി മുമ്പോട്ട് പോകരുത്, കാരണം ഇതൊരു പരിധിക്ക് അപ്പുറത്തേക്കാണ് നീ പോകുന്നത്, ജീവൻ അപകടത്തിലാവും എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചവർ ഒത്തിരി ഉണ്ട്. പക്ഷേ അവിടെ എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ജീവൻ പോയാലും ഈ വിഷയത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് എനിക്കിതിനകത്ത് ഇടപെടാതിരുന്നാൽ ഞാൻ ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തകനായി അവശേഷിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴും ഞാൻ പറയാലോ, എന്നെ വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ റോഡിൽ വെച്ച് ആളുകൾ കാണുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നടക്കുന്നത്, എന്നെ റോഡിൽ വെച്ച് ആളുകൾ കാണുമ്പോൾ ആളുകൾ ഭയത്തോടു കൂടി ചോദിക്കും, നിങ്ങൾ ഒറ്റയ്ക്കാണോ നടക്കുന്നത്? അങ്ങനെയാണ് പിണറായി വിജയനെ കുറിച്ച്, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് ആളുകളുടെ അഭിപ്രായം അതാണ്. ഇയാൾ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടത്, ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ 2020 ചെയർമാൻ പ്രിയങ്കനായ കിറ്റക്സ് സാബു അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം സമൂഹത്തോട് പ്രതിബദ്ധതയായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് നടക്കുന്നതെങ്കിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കാനും അതിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി സമൂഹത്തിന് മുമ്പിൽ ആദർശം പറയാൻ അവകാശമില്ല. ഷോൺ തിരക്കിലാണെന്നറിയാം. ഷോൺ, ഒറ്റ കാര്യം കൂടി. ഷോണെ, ഈ KSIDC ഇങ്ങനെ വൈദ്യനാഥനെയൊക്കെ ഇറക്കി ഈ കേസ് വാദിക്കുകയാണല്ലോ. അന്വേഷണം റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം. അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ KSIDC ആയിരിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുക. മാത്രമല്ല, KSIDCയുടെ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകളും ഒരുപക്ഷെ SFIOയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരും. പല പ്രമുഖരും, ഞാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രിയടക്കം പലരും പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അന്വേഷണം റദ്ദാക്കുക എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ചേട്ടാ. ഇതിനകത്ത് ഈ വിഷയത്തിലെ ഏറ്റവും മുഖ്യമായ കണ്ണി എന്ന് പറയുന്ന KSIDC ആണ്. കാരണം ഈ വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? CPM സ്വീകരിച്ച നിലപാട്, 2 കമ്പനികൾ തമ്മിൽ നടക്കുന്ന ഇടപാട് നിങ്ങൾക്ക് എന്താ, അതിനകത്ത് 2 ഇടപാട് കൊടുക്കൽ വാങ്ങൽ നടക്കും കമ്പനികളല്ലേ. പക്ഷെ അവിടേക്ക് എനിക്കും നിങ്ങൾക്കും അവകാശമുള്ള KSIDC കടന്നു വന്നപ്പോഴാണ് ഈ വിഷയത്തിന് സാമൂഹ്യ പ്രസക്തി കിട്ടിയത്. അപ്പോ മാത്രമല്ല, ഞാൻ എന്റെ രേഖകൾ ഇന്ന് അതൊന്നും ഹിയറിംഗിലേക്ക് വന്നില്ല, അതൊന്നും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല. എന്റെ IA ഇതുവരെ അതിനെക്കുറിച്ച് അത് പരിഗണിക്കുന്നത് സംബന്ധിച്ച്
കോടതി തീരുമാനം എടുക്കുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ KSIDCന്ന് ഏതൊക്കെ ഡയറക്ടർമാർ നോമിനികളായി CMRL ഡയറക്ടർ ബോർഡിൽ നോമിനി ഡയറക്ടർമാരായി ചെന്നിട്ടുണ്ടോ അതിലൊരു നല്ല ശതമാനം ആളുകളും പിന്നീട് CMRL സ്റ്റാഫായി മാറിയിട്ടുണ്ട്. 3 പേരുടെ മാസ്റ്റർ ഡാറ്റ അടക്കം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തെളിവിലേക്ക് നൽകിയിട്ടുണ്ട്. SFIOക്ക് അതിന്റെ കോപ്പി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണനയിലാണ്. നമ്മൾ കാണുന്നതിനൊക്കെ ഒത്തിരി അപ്പുറമാണ് ഭീകരാവസ്ഥ. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കാര്യമുണ്ട്. അവിടെ വസ്തു പോക്കുവരവ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന്, ഒരു കർഷകനാണ്. അവനൊരു 15 ഏക്കർ കഴിഞ്ഞ് അവനൊരു 10 സെന്റ് സ്ഥലം മേടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നോട്ടീസ് അയക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 20 വർഷമായി കരിമണൽ കർത്ത കൈവശം വച്ചേക്കുന്ന 60 ഏക്കർ സ്ഥലത്തിന് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. ഇതെല്ലാം ഈ കേരള സംസ്ഥാനത്തല്ല നടക്കുന്നത്. ലാൻഡ്ലെസ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ആ ആറാട്ടുപുഴ പഞ്ചായത്ത്, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അവിടെ പഞ്ചായത്തിന് വസ്തു ഇല്ലാത്തവർക്ക് വസ്തു മേടിച്ചു കൊടുക്കാൻ വസ്തു ഇല്ല. അവിടെ അങ്ങനെ പൊതുവായിട്ട് വസ്തു കിട്ടാനില്ല. ഇത് തന്നെ 45 ഏക്കർ വസ്തുവാണ് അഡീഷണൽ ആയിട്ട് ഈ കമ്പനിക്കുള്ളത്. അത് പിടിച്ചെടുക്കാൻ 83 ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 83 അനുസരിച്ച് നാളെ രാവിലെ പിടിച്ചെടുക്കാവുന്ന വസ്തുവാണ്. അതിന് പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി 22 അംഗീകാരം കൊടുത്തിരിക്കുന്നു. 20 വർഷം അയാൾ ഹോൾഡ് ചെയ്തു. ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇതൊക്കെ കേരള സംസ്ഥാനത്ത് നടക്കുന്നേ. ഇവിടെ നൂറുകണക്കിന് മഹാരഥന്മാർ, നൂറുകണക്കിന് രക്തസാക്ഷികൾ, ഇവിടെപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികൾ മുണ്ടി മുറുക്കിയെടുത്ത് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഈ പരുവത്തിലാകുമ്പോൾ ഇതിനെ ഇപ്പോഴും കണ്ണും കെട്ടി നോക്കിയിരിക്കുന്ന സഖാക്കളോട് എനിക്ക് സഹതാപമുണ്ട്. യെസ് ഷോൺ, വളരെയധികം നന്ദി ഷോൺ പ്രതികരിച്ചതിന്. ഡോക്ടർ ജയരാജ്, ഡോക്ടർ, ഇവിടെ മടിയിൽ കനമില്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് തിന്നിട്ടില്ലെങ്കിൽ എന്തിനാണ് KSIDC ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത്? അവർക്ക് ഹൈക്കോടതി ചോദിച്ച പോലെ SFIO അന്വേഷണത്തിലൂടെ എല്ലാം സത്യം പുറത്തു വരുമല്ലോ. ഇപ്പം KSIDC തന്നെ പറയുന്നുണ്ട് CMRLും അതുപോലെ എക്സാലോജിക്കുമാണ് ഇതിൽ ക്രമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്, ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ അവർ പറയുന്നു. അപ്പോൾ KSIDCക്ക് ഇതിൽ പങ്കാളിത്തമില്ലെങ്കിൽ എന്തിനാണ് സർ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്? കോടതി പലവട്ടം ചോദിച്ചു, കഴിഞ്ഞ സിറ്റിങ്ങിലും കോടതി ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഖജനാവിൽ നിന്ന് ഇങ്ങനെ വൈദ്യനാഥനെ 25 ലക്ഷം ഓരോ സിറ്റിങ്ങിലും വെച്ച് കൊടുക്കുന്നതിൽ എന്തുണ്ട് കാര്യം? ഇതിനകത്ത് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഒരു കാര്യത്തിൽ കേൾക്കുന്ന കാര്യം, മാസപ്പടിയിൽ നിന്ന് നോക്കൂലിലേക്കുള്ള മാറ്റം തന്നെ വളരെ രസകരമായൊരു മാറ്റമാണ്. ഈ മാറി മറിഞ്ഞു വരുന്ന ഇത് ഇപ്പം സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ നാൾവഴികളെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇതുമാതിരി ഒരു ശ്രേണിയാണ്. ആദ്യമേ സ്വർണ്ണ കള്ളക്കടത്ത് മറ്റേ ബാഗേജ് വഴി കടത്തി, നയതന്ത്ര ബാഗേജ് വഴി കടത്തിയെന്നായിരുന്നു. അതിനുശേഷം പിന്നീട് അത് എവിടം വരെ എത്തിയത്? ബിരിയാണി ചെമ്പിൽ വരെ എത്തി. പിന്നെ കൈതോല പായ, ഈ ഇന്നോവ കാറൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പിലെയാണ് കൈതോല പായയിൽ ചുരുട്ടിയെടുത്തിട്ട് ഇത് കൊണ്ടുപോയത്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഓരോ ഇലക്ഷന് ബന്ധപ്പെട്ടും ഇങ്ങനെ ഉയർന്നു വരാറുണ്ട്. അതിനെ കാണുന്നത് അത്തരം പ്രതിഭാസങ്ങളെ ഈ മഴയിൽ കുരുത്ത തകരകളെ പോലെ അത് വരികയും പോവുകയും ചെയ്യും. അന്വേഷണങ്ങൾ നടക്കട്ടെ. SFIയുടെ അന്വേഷണത്തിനെതിരെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ വ്യക്തി കൊടുത്ത ഇതാണ് അന്വേഷണം ഓൾറെഡി നടക്കുന്നുണ്ടല്ലോ. SFIയുടെ കൂടെ അന്വേഷണം നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് എപ്പോഴും ഈ ഒരു വ്യക്തിയെ ലൈം ലൈറ്റിൽ നിർത്തുക എന്നുള്ളത് മാധ്യമങ്ങളെല്ലാം കൂടെ ചേരുന്ന ഒരു പണിയാണ്. ഇപ്പൊ തന്നെ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച്. ഇലക്ട്രൽ ബോണ്ടിൽ 1700ഓളം കോടി രൂപ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയിരിക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. അന്നേരം ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് അതിശക്തമായി വാദിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ CPIM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് ബലൂണിങ് എഫക്റ്റ് എന്നൊക്കെ പറയും. ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത് ചെറിയ കാര്യമാണെന്നാണോ? ഇത് ചെറിയ കാര്യമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കോടികൾ കൊടുത്ത് ഒരു അഭിഭാഷകനെ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ ഈ ചെറിയ കാര്യത്തിന് ഇറക്കിയിരിക്കുന്നത്? സാർ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഏജൻസി അന്വേഷിക്കുന്നതിന് യാതൊരു മടിയില്ല, അന്വേഷിച്ചോട്ടെ. ഇപ്പൊ KSIDC ഇങ്ങനെ കൊടുത്തു എന്നൊരു അതിന്റെ പൊതു ഡൊമൈനിൽ, പബ്ലിക് ഡൊമൈനിൽ അതിനെക്കുറിച്ചൊന്നും വന്നില്ല. ഇപ്പൊ ഷോൺ ജോർജ് പറഞ്ഞത് മാത്രമേ നമുക്കറിയുള്ളൂ. KSIDC എന്താണ് ഇന്ന് കോടതിയിൽ പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല.
താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്ന് വാട്സപ്പ് ചെയ്തു തന്നു കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കാമായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാമായിരുന്നു. അല്ലാതെ ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ KSIDC ഇങ്ങനെ ഒരു ഞങ്ങളല്ല കുറ്റക്കാർ, ഇന്ന ആളുകളാണ് കുറ്റക്കാർ, CMRലും പിന്നെ ഈ പറഞ്ഞ കണക്കോലെ കമ്പനിയാണ് എക്സാലോജിക്കുമാണ് കുറ്റക്കാരെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവരെങ്ങനെ അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി തരണമെന്നൊക്കെ ഹൈക്കോടതിയിൽ അല്ല ഡോക്ടർ KSIDCയുടെ പ്രതിനിധിയായിട്ടുള്ള അഭിഭാഷകൻ ഇന്ന് എന്താണ് കോടതിയിൽ പറഞ്ഞതെന്ന് എനിക്കും അതിൽ വ്യക്തതയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, KSIDC എന്തിനാണ് SFIO അന്വേഷണം തന്നെ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? ഏത് അന്വേഷണം വരട്ടെ, സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞ് നേരത്തെ അറിയാലോ CPMൻ്റെ നേതാക്കന്മാർക്ക് അങ്ങനെയല്ലേ പറഞ്ഞേ. MV ഗോവിന്ദൻ, AK ബാലൻ, EP ജയരാജൻ എല്ലാവരും പറഞ്ഞു ഏത് അന്വേഷണം വരട്ടെ എന്ന്. പക്ഷേ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ മകൾ ഇതേ രീതിയിൽ പോയി കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞു ഇത് റദ്ദാക്കണമെന്ന്. അവിടെ നിന്ന് കൊട്ടുകൊണ്ടല്ലോ. ഇതല്ല, നമുക്ക് കിഫ്ബിക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ തന്നെ അറിഞ്ഞൂടെ? എത്ര ഏജൻസികളാണ് വന്ന് അന്വേഷിച്ചത്? അവസാനം അതൊരു ഹറാസ്മെന്റ് ലെവലിലേക്ക് എത്തിയപ്പോഴാണ് ഹൈക്കോടതി അത് ഇടപെട്ടത്. ഒരു ആരോപണമില്ലാതെ എത്ര തവണ ഒരേ ഫയൽ തന്നെ പല പല ഏജൻസികൾ വരുത്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. ഒരുപാട് അതൊരു ഹറാസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റമാണ്. ഒരു ഓഫീസിൽ കയറി ഇറങ്ങുന്നതിന് ഏജൻസികൾ വന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാര്യം ആദ്യമേ ഇത്തരം അന്വേഷണങ്ങൾ വരട്ടെ എന്ന് സ്വാഗതാർഹമായിട്ടുള്ള നിലപാടെടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കണമെന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അന്വേഷണത്തിന് വേണ്ടി തുറന്നു കൊടുത്തപ്പോഴേക്കും ഒന്നിനു പുറകെ ഒന്നിന് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതൊരു പേഴ്സണൽ ഹറാസ്മെന്റിന്റെ ലെവലിലേക്ക് പോകുന്നു. ഇതിന്റെ ഉദ്ദേശം മറ്റു പലതുമാണ്. ഓരോ ദിവസവും ഇങ്ങനെ സെലക്റ്റീവ് ലീക്കേജുകൾ ഉണ്ടാവുന്നു, അത് പത്രങ്ങളിൽ വാർത്ത വരുന്നു, അത് ചർച്ച ചെയ്ത് ഇത് ഇങ്ങനെ കത്തിച്ച് നിർത്തുകയാണ്. ഈ ഒരു സാധനം എപ്പോഴും ലൈം ലൈറ്റിൽ നിർത്തുകയാണ് ഉദ്ദേശം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് എന്തിനാണ് പുതിയൊരു ഏജൻസിയെ കുറിച്ചൊരു അന്വേഷണം എന്നുള്ള രീതിയിലാണ് അത്തരം ഒരു കേസിന് പോയത്. എന്തായാലും കോടതി അത് അംഗീകരിച്ചില്ല. SFI അന്വേഷണം തുടരട്ടെ എന്ന് പറയുന്നത്. അന്വേഷണം തുടരട്ടെ, കുറ്റാരോപിതരെ കുറ്റക്കാരാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ. പക്ഷെ ഇതിനു മുമ്പുള്ള കേസുകളുടെ പരിസരം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കള്ളക്കഥകൾ ഈ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കള്ളക്കഥകളാണ് മാധ്യമങ്ങൾ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത്. അതെല്ലാം ഉണ്ടയില്ല വെടികളായി പോയി. ഇന്നിപ്പോ മാത്യു കുഴൽനാടനും കൊണ്ടുവന്ന ആരോപണം അതുപോലെ ഒരു ഉണ്ടയില്ല വെടിയാണ്. മാത്യു കുഴൽനാടൻ വളച്ചെടുത്ത 50 ഏക്കറിനെ കുറിച്ച് മാത്യു കുഴൽനാടൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ UDF നേതാക്കന്മാരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. 2002 ആന്റണിയുടെ പങ്കിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിന് അനുമതി കൊടുത്ത 2004 ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും മറുപടി ഇന്ന് P. രാജീവ് പത്രസമ്മേളനത്തിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ മറുപടി പറയുകയും വളരെ കൃത്യമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആണല്ലോ അദ്ദേഹം. നൽകിയ ആ ഒരു പോസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. മറുപടി പറയേണ്ടത് മറുപടി പറയാതെ ഇരിക്കുകയും എൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്നൊക്കെ ഏതോ ഒരു സിനിമയില് ശങ്കരാടി കാണിക്കുന്നതൊക്കെ കാണിക്കുകയും ചെയ്യുന്ന അല്ലാതെ അല്ല, ഒരു പൊതു ഡിബേറ്റിന്, ഒരു സംവാദത്തിന്, പൊതുസംവാദത്തിന് ഇന്ന് മാത്യു കുഴൽനാടൻ മന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? മാത്യു കുഴൽനാടൻ എന്തെല്ലാം പൊതു വെല്ലുവിളികൾ നടത്താറുണ്ട്. മാത്യു കുഴൽനാടന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ MG യൂണിവേഴ്സിറ്റി വരെയൊക്കെ പോകേണ്ടി വരും. അപ്പൊ അവിടെ ഒരു ഫ്രോഡ് കാണിച്ച് വീണ്ടും ഇപ്പൊ ഇത് സർക്കാരിനെ വെട്ടിച്ച് 50 ഏക്കർ കയ്യിൽ വെച്ചു. അത് വീണ്ടും ഇത്ര ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആളിന് എന്തിനാണ് ഇത്രയധികം മാധ്യമങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത് പറയുന്നത് ആരാണെന്ന് നോക്കണ്ടേ? ഇത് പറയുന്ന ആളിന്റെ ഒരു ഇന്റഗ്രിറ്റിയെ കുറിച്ച് പരിശോധിക്കണ്ടേ? ഇത് പറയുന്ന ആൾ സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ? അല്ലാതെ എന്ത് പറഞ്ഞാലും ഒരു കള്ളം 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പോസ്റ്റ് ട്രൂത്ത് ഇറായിൽ ജീവിക്കുന്നത് കൊണ്ട് കള്ളത്തരം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്ത് ഇതിന്റെയൊക്കെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം സർവേകളും കൃത്രിമ സർവേകളും അതിന്റെ റിസൾട്ടും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഓരോ ചാനലുകളും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോലും ജനവികാരം എന്താണെന്ന് കൃത്യമായിട്ട് കാര്യം ഇതൊന്നും ഏശത്തില്ലെന്നേ. ഇതിനേക്കാളും എത്രയോ വലിയ കേസുകൾ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കേസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് കൊണ്ടുവന്നതെന്നുള്ളതല്ല, ഇത് ആർക്കാണ് കൊണ്ടുവന്നതെന്നുള്ളതിനെ കുറിച്ച് രണ്ടഭിപ്രായമാണ്. കേന്ദ്രമന്ത്രി പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർ ജയരാജ് ജയിലിൽ കിടന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അല്ലേ? ശിവശങ്കർ അല്ലേ ജയിലിൽ കിടന്നത്? ശിവശങ്കറിനോട് ചോദിച്ചാൽ പോരെ? മുഖ്യമന്ത്രിക്ക് വിളിച്ച് അടുത്ത് നിൽക്കുന്ന ആളല്ലേ, ആ ഒരു കോണ്ടാക്റ്റിൽ നിൽക്കുന്നതല്ലേ? ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ?
മുഖ്യമന്ത്രി കോണ്ടാക്ടിൽ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് പ്രസ്ഥാനം നടത്തിയെന്ന ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഓഫീസ് എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ, പൊതുജനങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ? ഒരു അന്വേഷണം നടത്തി രാജ്യത്തിന്റെ സുപ്രധാന പൗരനാണല്ലോ, പ്രധാനപ്പെട്ട ആളാണല്ലോ, അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറഞ്ഞൂടാ? നമ്മൾ വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? എവിടെയാണ്, ഏത് ഓഫീസിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് UAE കോൺസുലേറ്റിനെ കുറിച്ചാണോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണോ, വേറെ എന്തിനെങ്കിലും കുറിച്ച്? അവിടെ പോലും ഒരു ക്ലാരിറ്റി ഇല്ല. വേറെ ഒരു ആരോപണവും ഉന്നയിക്കാതെ കിട്ടാതെ വരുന്നുടനെ, വേറെ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കാതെ വരുമ്പം ഒരു ഫ്ലിംസി ഗ്രൗണ്ട് എന്നാണ് പറയും. ഫ്ലിംസി ഗ്രൗണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് ഉന്നയിച്ചിട്ട് പോയത് എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരോപണങ്ങളുടെ ഒരു ദാരിദ്ര്യം. വിഷയദാരിദ്ര്യത്തിൽ കിടന്ന് വട്ടം ചുറ്റുന്ന പ്രതിപക്ഷം, വിഷയദാരിദ്ര്യത്തിൽ കിടന്ന് വട്ടം ചുറ്റുന്ന കേന്ദ്ര ഭരണം ഭരിക്കുന്ന BJP പോലുള്ള കക്ഷികൾ വളരെയധികം വിഷയദാരിദ്ര്യത്തിലാണ്. എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും കാണാതെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാതെ കാടടച്ച് വെടിവെക്കുക, ഇത്തരം നുണാരോപണങ്ങൾ കൊണ്ടുവരിക, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞതിന് ശേഷം ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കുറ്റക്കാരിയായിട്ട് ആരോപിക്കുക, മാസപ്പടിയാണെന്ന് പറയുക, പിന്നീട് അത് മാറ്റി നോക്കുകൂലിയാക്കുക. ഇങ്ങനെ അനുദിന വാക്കുകൾ കൊണ്ട്, ഈ മാസപ്പടി എന്നുള്ള വാക്ക് ആദ്യം യൂസ് ചെയ്തത് മലയാള മനോരമയാണെന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഡോക്ടർ, ഞാൻ തിരിച്ചു വരാം, മറ്റേ അതിഥികളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോഴും ഇതിനെ നിസ്സാരമായി കാണുകയാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയൊരു കാര്യമാണ്, ഫൈൻഡിങ് ആണ്, വെറുമൊരു അലിഗേഷൻ അല്ല. അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ ഫൈൻഡിങ് ആണ് 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾ സേവനം ഒന്നുമില്ലാതെ വാങ്ങി എന്നുള്ളതാണ്. അതിലാണല്ലോ അന്വേഷണം തുടങ്ങുന്നത്. അത് കമ്പനികാര്യ വകുപ്പ് മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ SFIO ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ ഏജൻസി തന്നെ വന്നത്. പക്ഷേ ഇപ്പോഴും അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്, പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തതുകൊണ്ട് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വേട്ടയാടുകയാണ് തുടങ്ങിയ ചില വാദങ്ങൾ, ദുർബലമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിയാണ് ഇവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അതിന് കടന്ന ആത്മവിശ്വാസമുണ്ട്. ഇതൊരിക്കലും പിണറായിയിലേക്ക് എത്തില്ല എന്നൊരു ആത്മവിശ്വാസം ഇവരെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എന്താണ് അതിനടിസ്ഥാനം എന്ന് എനിക്ക് അറിയില്ല. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അനിൽ, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവര് ഈ ന്യായീകരണത്തിൽ അവര് ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ്. അവരുടെ മിക്കവാറും നേതാക്കന്മാരും അവര് PhD എടുത്ത ആളുകളാണ് ന്യായീകരണത്തിൽ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മുടെ ശശി, ഷൊർണൂരിലെ മുൻ MLA ശശിയുടെ കേസാണ്. ശശിയുടെ കേസ് വന്ന സമയത്ത് എത്ര വലിയൊരു ന്യായീകരണമാണ് അവർ നടത്തിയത്. ലോകത്തിൽ ഇങ്ങനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടാവും? തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നത്. ഇത് നിങ്ങൾ ലോകത്ത് പീഡന കേസുകളിൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾ തെരഞ്ഞു നോക്കിയോളൂ, ഇങ്ങനൊരു ന്യായീകരണം ലോകത്ത് എവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. തീവ്രത കുറഞ്ഞ ഒരു പീഡനമാണ് നടന്നതെന്ന് ഇവര് സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ AK ബാലന്റെ കയ്യിലും ശ്രീമതി ടീച്ചറുടെ കയ്യിലും എന്താ യന്ത്രം വെച്ച് അളന്നു നോക്കിയതാണോ ഇവര് തീവ്രതയുടെ അളവ് എന്നൊക്കെ നമ്മൾ ചോദിച്ചതാണ്. എന്തായാലും അതല്ല അവിടെ വിഷയം. ഇവിടെ നേരത്തെ ഷോൺ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള KSIDC എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ എതിർക്കുന്നു എന്ന്. അനിൽ, ഈ അന്വേഷണം KSIDC എതിർക്കും. കാരണം ഇത് അന്വേഷണം നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രതി വരാൻ പോകുന്നത് KSIDCയുടെ നോമിനി ഡയറക്ടറായ രവിചന്ദ്രൻ രാജൻ എന്ന് പറയുന്ന CPMന്റെ നോമിനിയാണ് ഇതിൽ ഒരു പ്രതിയായിട്ട് വരാൻ പോകുന്നത്. കാരണം ഒരു നോമിനി ഡയറക്ടറെ സംബന്ധിച്ച് കമ്പനീസ് ആക്ടിലെ 166 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിന് ചില ചുമതലകളുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പും ചായയും കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, സർക്കാരിൻ്റെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങളുടെ പണം സംരക്ഷിക്കേണ്ട ചുമതലയായിരുന്നു KICDCയുടെ നോമിനി ഡയറക്ടർക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് അവിടെ ചെയ്തിട്ടില്ല. കാരണം ചെയ്തിരുന്നുവെങ്കിൽ ഈ 1.74 കോടി രൂപ വീണ വിജയന് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. അപ്പൊ ആ തീരുമാനത്തിൽ നോമിനി ഡയറക്ടർ എന്തു പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്.
അപ്പൊ അവിടെ അന്വേഷണത്തിൽ നോമിനി ഡയറക്ടർ ഒന്നും പറഞ്ഞില്ല എന്നിരിക്കട്ടെ, നോമിനി ഡയറക്ടർ ആൻസറബിൾ ആണ്. നോമിനി ഡയറക്ടർ അതിൽ സ്വാഭാവികമായിട്ടും ആ പൈസ നഷ്ടപ്പെട്ടതിൽ ഒരു പ്രതി നോമിനി ഡയറക്ടർ ശ്രീമാൻ രവിചന്ദ്രൻ രാജൻ എന്ന് പറയുന്ന CPM-ന്റെ നോമിനി ഉത്തരം പറയേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് KSIDC ഈ അന്വേഷണം എതിർക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. അത് എതിർത്തില്ലെങ്കിൽ ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ KSIDC-യുടെ നോമിനി ഡയറക്ടർ മാത്രമല്ല, അത് അടുത്ത പടി അത് വ്യവസായ മന്ത്രി, ഈ നോമിനി ഡയറക്ടറെ വെച്ചിട്ടുള്ള വ്യവസായ മന്ത്രിയിലേക്ക് കൂടെ പോകുമോ എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. അപ്പൊ ഇത് വളരെ വളരെ സ്വാഭാവികമാണ്. ഈ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള KSIDC പോലെയുള്ള കമ്പനികളുടെ തലത്തിൽ ഇതെല്ലാ ശ്രമവും നടത്തും. ഇവര് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇവര് നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായ വക്കീൽമാരെ ഇറക്കും. ഇതെല്ലാം പൊതുജനങ്ങളുടെ പണമാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ 100% നടത്തും എന്ന് നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയം ഇവിടെ ജയരാജ് ഇവിടെ സൂചിപ്പിച്ചത് BJPക്ക് വിഷയദാരിദ്ര്യമാണ്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി വന്ന് ഇവിടെ അദ്ദേഹം ചങ്കൂറ്റത്തോട് പറയണ്ടേ ഇത് ഏത് ഓഫീസിലാണ് അഴിമതി നടന്നത് എന്നുള്ളത്. ഡോക്ടർ ജയരാജൻ എല്ലാ ബഹുമാനവും താങ്കളോട് നിലനിർത്തി സൂചിപ്പിക്കുകയാണ്. ഏത് ഓഫീസിലാണ് അഴിമതി നടന്നതെന്ന് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പോലും ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാം. അവിടെ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇപ്പൊ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു വിഷയവും ഇവിടെയില്ല. താങ്കൾ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. താങ്കൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പും ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന അന്ന് ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടികൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് BJPക്കാണ് MP-മാരിൽ 60% MP-മാരും BJPക്കാണ്. അപ്പം മൊത്തം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പൈസയുടെ 60% BJPക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പറയുന്ന കോൺഗ്രസിന് എത്ര ശതമാനം സീറ്റാ? ഏതാണ്ട് 10% സീറ്റാണ്. അവർക്കും ഈ 10% പൈസയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കായ 1% സീറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ 1% പൈസയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറവേ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. അത് സ്വാഭാവികമാണ്. അതായത് ഏത് പാർട്ടിക്കാണോ കൂടുതൽ MP-മാർ, കൂടുതൽ MLA-മാർ, അവർക്ക് കൂടുതൽ സംഭാവന ലഭിക്കുന്നത് അത് സ്വാഭാവികമാണ്. അത് ഈ പറയുന്നതിൽ അതിൽ യാതൊരു തെറ്റുമില്ല. സുപ്രീം കോടതി കണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ. സുപ്രീം കോടതി കാണാതെ പോയ ചില സംഗതികളുണ്ട്. അത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അത് പൊതുജനങ്ങൾ കൂടി ആരാണ് കൊടുക്കണം എന്ന് അറിയണം എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി കാണാതെ പോയതൊരു വിഷയം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ കണക്കുമുണ്ട്. ആരാണ് ഇത് ഈ പറയുന്ന പൈസ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നതെന്ന് മുഴുവൻ വിവരവും അവരുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ബോണ്ട് ഇറക്കുന്നത്. അപ്പൊ ഇതില് യാതൊരു സീക്രസിയും സത്യത്തിൽ ഇല്ല. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അതാണ് പറയാനുള്ളത്. മറ്റൊരു വിഷയം, ഞാൻ ഡോക്ടർ ജയരാജനോട് യോജിക്കുന്ന ഒരു വിഷയം മാത്യു കുളനാടനെ സംബന്ധിച്ചാണ്. മാത്യു കുളനാടൻ ഈ പറയുന്ന ഒരു സീരിയൽ, ഒരു ത്രില്ലർ സീരിയൽ പോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ വിടുന്നതിന് പകരം മൊത്തം ഇൻഫർമേഷൻ എടുത്തിട്ട് ED-ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിൽ അയക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ അയക്കാം. അദ്ദേഹം ഇങ്ങനെ ദിനംപ്രതി പത്രസമ്മേളനം നടത്തി പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഒറ്റപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോ ഇത് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്നതിന് പകരം ആ തേങ്ങയൊന്ന് എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്വാമി ഇത് എല്ലാവർക്കും വലിയ ഉപകാരമാവും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉള്ളിലേക്ക് അയക്കേണ്ട ആളുകളെയൊക്കെ നമുക്ക് ഉള്ളിൽ അയക്കാം. ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ഡോക്ടർ ജയരാജനോട് യോജിക്കുന്നു. മറ്റുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ ജയരാജന് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ, നിവൃത്തിയില്ല. പക്ഷേ ഈ കുറ്റത്തെ സംബന്ധിച്ച്, അവിടെ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഡോക്ടർ ജയരാജും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്ത് സേവനമാണ് എക്സാലോജിക്ക് ആ പൊതുമേഖലാ കമ്പനിക്ക് അല്ലെങ്കിൽ പൊതുമേഖലാ
സ്ഥാപനമായ KSIDCക്ക് ഷെയർ ഉള്ള ഈ കമ്പനിക്ക് CMRLന് കൊടുത്തത് എന്ന് മാത്രം വ്യക്തമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഈ ചർച്ച, എനിക്ക് തോന്നുന്നു വലിയൊരു അളവ് വരെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്ത് സേവനമാണ് എക്സാലോജിക്ക് കമ്പനിക്ക് നൽകിയത്? 1.74 കോടി രൂപ വില വരുന്ന എന്ത് സേവനമാണ് നൽകിയത്? മാത്രം ഡോക്ടർ ജയരാജ് ഒന്ന് പറഞ്ഞു തന്നാണ്. യെസ്, 1,72,00,000 രൂപയാണ്. ഓക്കെ വസന്ത്, നമ്മുടെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ കുഴൽനാടൻ ഉണ്ടയില്ല ഇവിടെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു തേങ്ങ ഉടക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരുമിച്ച് അങ്ങ് ഉടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് കാലതാമസം? അല്ല, 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 244A പ്രകാരമുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണല്ലോ. അപ്പൊ അവര് വെച്ചിരിക്കുന്നത് ഉണ്ടയില്ലാ വെടിയാണെങ്കിൽ ഇത് മുഴുവൻ ഉണ്ടയില്ലാ വെടിയാവും. ഈ മാത്യു കുഴൽനാടനല്ല, രാഹുൽ ഗാന്ധി അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഒരു ആരോപണം ഉന്നയിച്ചാലും അതൊന്നും നിലനിന്നില്ലെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി, ആ വിധി വീണ വിജയന് തിരിഞ്ഞുകൊത്തും. ഒരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടർ ജയരാജ് അടക്കമുള്ളവർ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം പോലും അല്ലാത്ത വീണ തൈക്കണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർത്തവരാണ് ഇപ്പൊ നമ്മളെയൊക്കെ പ്രതിപക്ഷത്തെ ഒന്നാകെ അങ്ങ് വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നോക്കൂ, 1.72 കോടി രൂപയുടെ അഴിമതി അല്ലെന്നേ ഇത്. ആ 1.72 കോടി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്ന് ഞങ്ങളുടെ ആരോപണം. നമ്മളുടെ ഹിൽവേ, തോട്ടപ്പള്ളി ഹിൽവേയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം മാത്രം 40,000 കോടി രൂപയുടെ കരിമണലാണ് കൊണ്ടുപോയിരിക്കുന്നത്. KSIDCയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്മാർ ആയി പോയിരുന്നവർ, CMRL പോയിരുന്നവർ ഇപ്പോൾ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കണ്ടേ? ഇപ്പോ അധികം താമസിക്കാതെ ഇവർ പരിഗണിക്കുന്ന തൃശ്ശൂരിലല്ല, ഇവരുടെ ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ്. ആരാ C രവീന്ദ്രനാഥ്? ഒന്നാം പിണറായി ഗവൺമെന്റിൽ തോമസ് ഐസക്കും G സുധാകരനും അടക്കമുള്ള സീനിയർ MLA-മാർ മന്ത്രിയായപ്പോ യാതൊരു സീനിയോറിറ്റിയും ഇല്ലാത്ത, ഞാൻ നേരത്തെ വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞതുപോലെ SFI പാരമ്പര്യമില്ലാത്ത, DYFI പാരമ്പര്യമില്ലാത്ത ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് വന്നു. ആ ആളുടെ പേരാണ് C രവീന്ദ്രനാഥ്. എങ്ങനെയാണ് C രവീന്ദ്രനാഥ് മന്ത്രിസഭയിൽ വന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ കരിമണൽ കർത്തയുണ്ടല്ലോ, ആ കരിമണൽ കർത്തയുടെ ഭാര്യ ഈ C രവീന്ദ്രനാഥിന്റെ സഹോദരിയാണ്. രവീന്ദ്രനാഥിന്റെ സഹോദരിയാണ് കരിമണൽ കർത്തയുടെ ഭാര്യ. നോക്കൂ, ആ മന്ത്രിസഭയിൽ എങ്ങനെയാണ് രവീന്ദ്രനാഥിന് മന്ത്രിസ്ഥാനം കിട്ടിയത് എന്നതുപോലും പഠിക്കണ്ടേ? അത് തൊട്ട് ഇങ്ങോട്ട് ഈ കുടുംബത്തിന്റെ ശാഖകൾ, ആ ശാഖകളിലൂടെ കടന്നുപോയിരിക്കുന്ന വലിയൊരു അഴിമതിയുടെ കെട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. 2015 ഒരു പത്രം മാതൃമലയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്ത് തുടങ്ങുകയുണ്ടായി. അന്ന് CPM-ന്റെ അണികൾ പോലും VS അച്യുതാനന്ദനല്ല ഞങ്ങളുടെ CM കാൻഡിഡേറ്റ് എന്ന് പറയാൻ മടിച്ചിരുന്ന ഒരു കാലത്ത്, ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത്, ആ പത്രത്തിന്റെ മുഖപ്രസംഗം, ഇന്ന് ഞാൻ യാത്രയിലായതുകൊണ്ട് എന്റെ ഫോണിൽ തന്നെയാണ് ചർച്ചയിലുള്ളത്, അല്ലായിരുന്നു ഞാൻ കാണിക്കാമായിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം ശ്രീ അനിൽ നമ്പ്യാറിന് ഞാൻ അയച്ചു തരാം. മുഖപത്രം എഴുതുകയാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും, മുഖ്യ ഉപദേഷ്ടാവായി VS അച്യുതാനന്ദൻ. അതായത് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലേറി അവർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് മാധ്യമങ്ങൾ ചിന്തിച്ച, നമ്മളൊക്കെ ചിന്തിച്ചല്ലോ, VS-നെ എന്ത് ചെയ്യും, എങ്ങനെ VS അച്യുതാനന്ദനെ സെറ്റിൽ ചെയ്യും, എന്താണ് ആ ഫോർമുല എന്ന് അന്ന് പോലും നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനും ഒരു വർഷം മുമ്പേ ആ ഫോർമുല എഴുതി വെച്ച പത്രമാണ് മാതൃമലയാളം. 2015. 2017 ആ പത്രം പൂട്ടിക്കെട്ടി. ആ പത്രത്തിന്റെ ഉടമയുടെ പേര് കരിമണൽ കർത്ത എന്നാണ്, ശശിധരൻ കർത്ത എന്നാണ്. അതായത് 2015 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന കാലം തൊട്ട്, ആ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച കാലം തൊട്ട് അദ്ദേഹത്തിന് വേണ്ട PR പണി ചെയ്തു കൊടുത്ത പത്രം തുടങ്ങിയ വ്യക്തിയാണ് ശശിധരൻ കർത്ത. ആ 2015 മുതൽ ഇതാ 2024 വരെ എത്തി നിൽക്കുന്ന ഇവരുടെ ബന്ധം മിനിമം 1,00,000 കോടിയുടെ അഴിമതിയാണ്. മിനിമം 1,00,000 കോടിയുടെ. അത് ഈ 1.72 കോടിയിൽ ഒതുങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അത് വരും ദിവസങ്ങളിൽ തെളിയിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. അവർ തെളിയിക്കട്ടെ. അവർ തെളിയിക്കുന്നില്ലെങ്കിൽ വരും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ കോൺഗ്രസിന് അറിയാം, സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്കറിയാം. ഏതായാലും ഇത് എന്തൊരു ഗതികേടിലാണ് CPM വന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. DYFIക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടന്ന ബിനീഷ് കോടിയേരിയെ ന്യായീകരിക്കാത്ത CPM, DYFIക്ക് വേണ്ടി CPM-ന് വേണ്ടി SFIയുടെ KSUവിന്റെ ABVP-യുടെ ഒക്കെ പിള്ളേരെ ക്യാമ്പസിൽ കയറി ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ബിനീഷ് കോടിയേരിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം, 2 വരി പത്രക്കുറിപ്പ് പോലും കൊടുക്കാത്ത CPM, SFI എന്ന് കേട്ടാൽ അതിന്റെ ഫുൾ ഫോം പോലും അറിയത്തില്ലാത്ത, SFI എന്താണെന്ന് അറിയത്തില്ലാത്ത, അതിന്റെ കൊടി പിടിച്ചിട്ടില്ലാത്ത, അത് എഴുതാൻ പോലും അറിയാത്ത വീണ തൈക്കണ്ടിക്ക് വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച് ന്യായീകരിക്കുന്ന നാണക്കേടിലേക്ക്, മാനക്കേടിലേക്ക് പ്രസ്ഥാനം എത്തിയില്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്?
SFI കാനഡയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ കാനഡയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് പുതിയ വിവരം കിട്ടിയിരിക്കുന്നത്. എന്താ CPM-ന്റെ ന്യായം? SFI വേണ്ട, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വേണ്ട, മറിച്ച് മറ്റേ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിവാദമൊക്കെ ഉണ്ടായപ്പോ SFI ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നല്ലോ, നമ്മുടെ 4 മണിക്ക് ഷോ നടത്തുന്ന ആർഷോയുടെ നേതൃത്വത്തിൽ. ആ SFI-യുടെ അന്വേഷണം മതി എന്നാണ് ഇവർ പറയുന്നത്. അതൊന്നും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, മിനിമം ഞാൻ പറഞ്ഞല്ലോ 2015 മുതൽ 2024 വരെയുള്ള പിണറായി വിജയൻ ശശിധരൻ കർത്ത ബന്ധം, പ്രൊഫസർ രവീന്ദ്രനാഥൻ ശശിധരൻ കർത്ത ബന്ധം, പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരും ശശിധരൻ കർത്ത ബന്ധം, പിണറായിയുടെ മകളും ശശിധരൻ കർത്തയുമായുള്ള ബന്ധം, അത് മിനിമം ലക്ഷം കോടി രൂപയുടെ ബന്ധമാണ്. അതിൽ അന്വേഷണം ഉണ്ടാവണം. അന്വേഷണം കൃത്യമായി ഉണ്ടായാൽ തീഹാർ ജയിലിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രിയെ വരും ദിവസങ്ങളിൽ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കും ശ്രീ അനിൽ നമ്പ്യാറിനും പ്രിയപ്പെട്ട കൃഷ്ണദാസിനും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഡോക്ടർ ജയരാജ്, ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളിൽ CMRL കൈക്കൂലിയായി നൽകിയ 135 കോടി രൂപയിൽ സിംഹഭാഗവും, അതായത് 100 കോടിയോളം രൂപയും കൈപ്പറ്റിയത് PV ആണ്. ഇത് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം ഇതാണ്. PV ഞാനല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണയ്ക്ക് നോക്കുകൂലി അഥവാ മാസപ്പടി നൽകിയത് അവർക്കുന്നത രാഷ്ട്രീയ നേതാവുമായുള്ള ബന്ധത്തിൻ്റെ പുറത്താണെന്നും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു. വീണയ്ക്ക് ചെയ്യാത്ത സേവനത്തിനാണ് 1,72,00,000 രൂപ നൽകിയതെന്ന് കർത്ത അടക്കമുള്ളവർ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ CMRL നിന്നും 100 കോടിയോളം രൂപ കൈക്കൂലിയായി വാങ്ങിയ അച്ഛൻ 1,72,00,000 രൂപ മാത്രം വാങ്ങിയ മോളെ സമൂഹം വലിച്ചു കീറുമ്പോൾ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നത് ശരിയാണോ? രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു കോസി ജുഡീഷ്യൽ ബോർഡാണ്. ഈ പറഞ്ഞത് കണക്കല്ല, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വസന്ത് പറഞ്ഞ പോലെ, വസന്ത് പറഞ്ഞതിന് കുറെ അതിന് മറുപടി പറയാനുണ്ട്. പലത് മറുപടി അർഹിക്കുന്നില്ല. 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താ പറയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഫൈൻഡിങ് അത് റെലവന്റ് അല്ലേ? ഇതിൽ ക്രൈം എന്തുകൊണ്ടാണ് എനിക്ക് പിന്നെ ജുഡീഷ്യൽ ബോഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്? അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? ഒരു ജുഡീഷ്യൽ ബോർഡിന്റെ ഫൈൻഡിങ് ആണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ന്യായീകരണമാണ്. അല്ല, ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല. ഇതിനെ അതിന്റെ സീരിയസ്നെസ്സോടെ തന്നെ കാണുന്ന ഒരാളാണ്. നിസ്സാരവൽക്കരിച്ചെന്നൊന്നും വായിച്ചെടുക്കരുത് അതിനെ. ഇതിനകത്ത് എനിക്ക് മറുപടി പറയാനുള്ളത് ഈ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വസന്തിനോടാണ്. വസന്ത് ഇങ്ങനെ ലക്ഷം കോടി എന്നൊക്കെ കണക്ക് പറയുമ്പോൾ 1,00,000 കോടിയുടെ 1 രൂപ നോട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളം തൊട്ട് ഇങ്ങേയറ്റത്ത് കാസർഗോഡ് തൊട്ട് ഇവിടം വരെ കന്യാകുമാരി വരെ റോഡിൽ നിരത്തി വെക്കാം എന്ന് പണ്ട് ഞാനൊരു അൾജിബ്ര ടെക്സ്റ്റിൽ വായിച്ചിട്ടുണ്ട്. ആ ഒരു കണക്കൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടായിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെയൊക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ വ്യാപ്തി, ഈ പറയുന്നതിൻ്റെയൊക്കെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കാൻ കൊള്ളാം. പിന്നെ ഈ പറഞ്ഞത് കണക്കോലെ കാനഡയിൽ കമ്പനി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം, അത് ഞാനൊരു ചൂണ്ടയിട്ടതാണെന്ന് ഏറ്റവും ആദ്യമേ സംസാരിച്ച ഷോൺ ജോർജ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയതാണ്. ആ ആരോപണം തന്നെ ഷോൺ ജോർജ് നിഷേധിച്ചൊരു ആരോപണമാണ് വീണ്ടും എടുത്തിട്ട് വസന്ത് അത് കൊണ്ടുവന്ന് വീണ്ടും അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തിനാണ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയതെന്നൊക്കെ ചോദിക്കുന്നത് SFI ആയിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. SFI അല്ല, SFI ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ DYFI ആയിട്ട് ബന്ധമില്ലാത്ത ആളാണ് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അവർക്ക് വേണ്ടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയിം ചെയ്യുന്നത് വീണ വിജയനെ അല്ല എന്നുള്ളത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന വാസ്തവമല്ലേ. ഇത് എയിം ചെയ്യുന്നത് കൃത്യമായിട്ട് ആരെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമുക്കറിയാമല്ലോ, പ്രധാനമായിട്ടുള്ള 2-3 ഇതിനു മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ഒരു മക്കളെ പിതൃദുഃഖം എന്ന് പറയുന്നത്, പുത്രദുഃഖം എന്ന് പറയുന്നതാണല്ലോ ഒരു പിതാവിന് ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാക്കാനുള്ള മാർഗം. അപ്പൊ അതിന് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് കേരളം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്, ലോകം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. നമ്മൾ പല ചരിത്രത്തിലും പുരാണങ്ങളിലും എല്ലാം അതിനെല്ലാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് എയിം ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആണെന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് ഡോക്ടറെ പുത്രി വാത്സല്യം ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പറയണ്ടേ, എൻ്റെ മകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മകൾക്ക് വേണ്ടി ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയണ്ടേ? അല്ലാതെ മകളെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വലിച്ച് കീറുന്നത് കയ്യും കെട്ടി നോക്കി ഇരിക്കുകയാണോ ഒരു അച്ഛൻ ചെയ്യേണ്ടത്? അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടേണ്ടുന്ന കാര്യമില്ലല്ലോ. ഒരു മറുപടി പറയുന്നുണ്ട്, പിന്നെ വേറെ ഒന്ന് ചോദിക്കും, അതിനെ തുടർന്ന്
തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പൊ കോടതിയിൽ നിന്ന് തന്നെ അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് വന്നാലും ഇത് എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ് BJP ഗവൺമെന്റുമായിട്ട്. മോദി വന്നപ്പോൾ, നരേന്ദ്രമോദി വന്നപ്പോൾ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് അതൊരു അഗ്രിമെന്റിന്റെ ഭാഗമാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർ തമ്മിൽ എന്തോ അന്തർധാരകളുണ്ടെന്നോ, BJPയും CPM-ഉമായിട്ട് എന്തോ അന്തർധാര. എന്തന്തർധാരയാണ്? കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കറിയാം യാതൊരു അന്തർധാരയും ഇല്ല. രണ്ട് വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുന്ന രണ്ട് വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടു നടക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ്. ഈ പറഞ്ഞതുപോലെ BJPയും BJPയുടെ കൂടെ നടക്കുന്ന കക്ഷികളും അതുപോലെ തന്നെ CPM-ഉം CPI-യും അതുപോലെ ഡോക്ടർ ജയരാജ്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അല്ല താങ്കൾ മറുപടി നൽകുന്നത്. അങ്ങനെ ഒരു ആരോപണം വരെ കൊണ്ടുവരാനായിട്ട് താങ്കൾ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച വസന്തിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട്. അല്ല, അത് ക്ലിയർ ചെയ്തല്ലോ. എന്റെ ചോദ്യത്തിലേക്ക് വരാം. എന്നോട് ചോദിച്ച ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കാമോ? കൃത്യമായിട്ട് മറുപടി പറയാം. അല്ല, ഈ ഒരു അവതാരകന്റെ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. അപ്പൊ ഇതിന് അല്ല, താങ്കൾ ആദ്യം തന്നെ ഒരു ഡിഫൻസ് എടുത്തു. അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വലിയ സംഭവമൊന്നുമല്ല, അതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്, അങ്ങനെയാണ് ജുഡീഷ്യൽ ആക്കിക്കൂടെ എന്നൊക്കെയാണ് താങ്കൾ ചോദിച്ചത്. അതാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ രണ്ട് കൈ ഉയർത്തിയാണ് പറയുന്നത്. അന്വേഷണം നടക്കട്ടെ, കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. 1 അല്ല 9 അല്ല 10 അല്ല 15 അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കട്ടെ. കുറ്റക്കാരാണെങ്കിൽ കുറ്റക്ക് തെളിയട്ടെ, കൽത്തുറങ്കിൽ അടക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തീഹാർ ജയിലെങ്കിൽ തീഹാർ ജയിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഗോണ്ടനാമ എങ്കിൽ ഗോണ്ടനാമ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അടക്കട്ടെ. അതിനൊക്കെ നിന്ന് തരാൻ തയ്യാറാണെന്നേ. അങ്ങനെയാണെങ്കിൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതി എന്തിനാ സമീപിച്ചത്? നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളത്. കർണാടക ഹൈക്കോടതിയെ വീണ വിജയൻ എന്തിനാണ് സമീപിച്ചത്? അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇവിടെ KSIDC വൈദ്യനാഥനെ ഇറക്കി ഇവിടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊക്കെ എന്തിനാണ്? അന്വേഷണം നടക്കട്ടെ. സുതാര്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമല്ലോ. നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അച്ഛൻ തെറ്റ് ചെയ്തില്ല അച്ഛൻ പേടിക്കണ്ട, മകള് തെറ്റ് ചെയ്തില്ല മകള് പേടിക്കണ്ട. അതിനുള്ള മറുപടി ഞാൻ തരാം. അതിനുള്ള മറുപടി ഞാൻ പറയാം. ദയവായി അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇതൊരു ഡബിൾ എഡ്ജ് സോഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആദ്യത്തെ ആരോപണം എന്തായിരുന്നു അറിയോ? ഇത്രയൊക്കെ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് കോടതിയിൽ പോയിക്കൂടാ, എന്തുകൊണ്ട് കോടതിയിൽ പോയിട്ട് ഇവർക്കെതിരെ ഇത് മേടിച്ചുകൂടാന്നായിരുന്നു അതിന്റെ തലേ ദിവസം വരെ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കോടതി പോയപ്പോൾ എന്തിനാണ് അന്വേഷണം തടയാൻ പോയി? ഇതാണ് ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, അതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല, ഒരു കേസ് പോലും കൊടുത്തില്ലല്ലോ, ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നില്ലല്ലോ. പൊതുജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആവുമ്പോൾ അപ്പോൾ നടപടി സ്വീകരിക്കുന്നവരാണ് അല്ലേ PVയുടെ ടീമും? അങ്ങനെയല്ല. പൊതുജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ന്യായീകരിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് സ്ഥാപിത താല്പര്യക്കാർ, വ്യക്തി താല്പര്യമുള്ളവർ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആളുകളുള്ളവർ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നേടാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, കൃത്യമായി അടിവരയിട്ട് ഞാൻ പറഞ്ഞുതരാം, അവർക്കാണ് ഈ ഇല്ലാ കേസിൽ ഇത്രയധികം താല്പര്യം. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അല്ലാതെ ഈ പറഞ്ഞ പോലെ പൊതുജനത്തിന്റെ മുഴുവൻ കുത്തക ആർക്കാണ് കേരളം പതിച്ചു നൽകിയിട്ടുള്ളത്? പൊതുജനത്തിന്റെ മുഴുവൻ കുത്തക ആർക്കാണ് അവകാശപ്പെട്ടിട്ടുള്ളത്? പൊതുജനം എന്നുള്ള ഒരു കോമൺ മാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും പറയുന്നത് അഭിപ്രായമാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് പറഞ്ഞു. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണെന്ന് നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ആരാ? CPM പോലുള്ളൊരു പാർട്ടിയാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഒരു മിഥ്യാധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ത് തോന്യാസം ചെയ്തു കഴിഞ്ഞാലും ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊള്ളും എന്ന ഒരു ധാരണയിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. അങ്ങനെയൊന്നും ആരും ധരിക്കരുത്. അങ്ങനെ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അവരങ്ങേയറ്റം പരാജയമാണ്, അങ്ങേയറ്റം അവർക്ക് തെറ്റിദ്ധാരണജനകമാണ് ആ സ്റ്റേറ്റ്മെന്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കാര്യം മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ ബിൽഡ് ചെയ്ത് വരുന്നതിനകത്ത് മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട്. അതിനകത്ത് 95% മാധ്യമങ്ങളും
കൃത്യമായിട്ട് കോർണർ ചെയ്യുന്നത്, കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനെയാണ്. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സുപ്രധാനമായ രാഷ്ട്രീയ ചാനലുകൾ, കേരളത്തിലെ പത്രങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഒരേ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ മാത്രമാണെന്ന് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം പഠിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അനാലിസ്റ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോഴീ 5% പിന്തുണയോടുകൂടി മാത്രമാണ് പൊതുജനങ്ങളുടെ മുന്നിൽ നേരിട്ട് സംവദിച്ചിട്ടാണ് ഈ നവകേരള യാത്ര പോലുള്ള യാത്രകൾ നടത്തി ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്, യുവജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ഇടതുപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കണക്കല്ല ഇവർക്ക് വേണ്ടി പ്രത്യേക മാധ്യമ കുഴലൂത്തുകാരോ ഒന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു ചാനലും ഒരു പത്രവും മാത്രമാണ്, അല്ലെങ്കിൽ 2 പത്രങ്ങളും മാത്രമാണ്. ഇത് വെച്ചിട്ടാണ് ഈ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല. 95% ആളുകളും എതിരായി നിൽക്കുമ്പോൾ, പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന ആളുകളും എതിരായി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമം തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ട്രൂത്ത് ഇറയിൽ അതൊരു വലിയ പരിശ്രമം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ, AI ജനറേറ്റഡ് റെസ്പോൺസസ്, ഒപ്പീനിയൻ, പബ്ലിക് പോൾസ്, സെഫോളജിയൊക്കെ പഴയ കാലത്തൊക്കെ നല്ലതായിരുന്നു. ഇപ്പൊ സെഫോളജിയൊക്കെ അങ്ങേയറ്റം അബദ്ധ പഞ്ചാംഗങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജയരാജ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് താങ്കളോട് ചോദിച്ചു, ഈ 1,72,00,000 രൂപ വാങ്ങിയല്ലോ എക്സാലോജിക്കും വീണയും. 5 ലക്ഷം വീണയ്ക്കും അതുപോലെ 2 ലക്ഷം എക്സാലോജിക്കിനുമാണ് പോയത്. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 1,72,00,000 രൂപയ്ക്ക് എന്ത് സേവനമാണ് കൊടുത്തത് എക്സാലോജിക്ക്? ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. എന്ത് സർവീസാണ് കൊടുത്തതെന്നുള്ളതല്ലേ? എന്ത് സർവീസാണ് കൊടുത്തത്? അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഞാൻ അതിന് കൃത്യമായിട്ട് പറഞ്ഞുതരാമെന്നേ, കൃത്യമായിട്ട് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ഒരു കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഈ സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലും മെയിൻ്റനൻസും ആണ് സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത്. ഇപ്പൊ CMRL എന്ന് പറഞ്ഞൊരു കമ്പനി ഒരുപാട് ലോജിസ്റ്റിക്സ് ആവശ്യമുള്ള ഒരു കമ്പനിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നേരത്തെ പറഞ്ഞതുപോലെ, തമാശയ്ക്ക് പറയുന്ന കണക്കോലെ, ഈ പറഞ്ഞ കണക്കോലെ ടാലിയും മൈക്രോസോഫ്റ്റും അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ ലോജിസ്റ്റിക്കുകൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള കണക്കുകളുള്ള, അല്ലെങ്കിൽ വേറെ പൈറസി ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ വേറെ ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സോഫ്റ്റ്വെയർ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഇത്ര വർഷത്തെ സർവീസ് മെയിൻ്റനൻസ്, ഇപ്പൊ സർവീസിന് നമ്മളാണെങ്കിൽ സർവീസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് കൊടുക്കണമെന്ന് പൈസ കൃത്യമായിട്ട് കൊടുക്കണം. ഡോക്ടർ ജയരാജ് കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സേവനവും തന്നിട്ടില്ലാന്ന്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ IT നിയന്ത്രിക്കുന്ന IT-ന്റെ തലപ്പത്തുള്ളവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, 3 ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ഒരു സേവനവും തന്നിട്ടില്ലാന്ന്. പിന്നെ നിങ്ങൾ എന്തായി പറയുന്നത്? 3 ഉദ്യോഗസ്ഥനല്ല, ഒരു ഉദ്യോഗസ്ഥൻ അല്ല, ഒരു ലേഡി പിന്നെ വേറെ 2 ഉദ്യോഗസ്ഥർ. അവർ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മൊഴി കൊടുത്തിട്ടുണ്ട്, ഒരു സേവനവും തന്നിട്ടില്ലാന്ന്. ഇതൊക്കെ ഞങ്ങളുടെ ഇന്റേണൽ സംവിധാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇന്റേണൽ സംവിധാനത്തിൽ എങ്ങനെ ഇത്രയധികം ഹ്യൂജ് എമൗണ്ട് ഓഫ് സാധനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പറയുന്നത്? അവർ അത്രയ്ക്കും വലിയ വിദഗ്ധരാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുള്ള ഒരു IT കൺസൾട്ടന്റുമായിട്ട് അവർക്കൊരു കരാർ ഒപ്പിടാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഉദാഹരണത്തിന് AI ക്യാമറ ഒപ്പിട്ടിരിക്കുന്നത് കെൽട്രോണുമായിട്ടാണ് സർവീസിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഓരോ പ്രത്യേക സോഫ്റ്റ്വെയറിനും. ഞാനൊരു 12 വർഷത്തോളം ഇതിൻ്റെയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിദേശത്തായിരുന്നുകൊണ്ട് ഇത്തരം ലോജിസ്റ്റിക് കമ്പനികളൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ടതുകൊണ്ടും എൻ്റെ കൂട്ടുകാരൊക്കെ പല കമ്പനികൾ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിന്റെ വർക്കിനെ. അല്ല, അപ്പൊ ഡോക്ടർ ജയരാജ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, അതോ നമ്മുടെ കർത്ത പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? CMRL-ന്റെ മുതലാളി കർത്ത പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടർ ജയരാജ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? അവിടുത്തെ 3 പേരാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ, അല്ല അവരെന്താണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് അറിയാലോ. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരാളെന്നാണ്. ആയിക്കോട്ടെ, 1 or 2 പേരായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. ഈ സ്ഥാപനത്തിന്റെ CMRL എന്ന സ്ഥാപനത്തിന്റെ ഉടമ കർത്ത എന്താണ് അതിനെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അതിനെ ആ കമ്പനി തന്നെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. ഏതാ? അവരുടെ സ്റ്റേറ്റ്മെന്റിനെ കമ്പനി തന്നെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. ആരുടെ? കർത്തയടക്കം പറഞ്ഞിട്ടുണ്ട്, കർത്തയടക്കം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സേവനവും നൽകിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഒരു സേവനം നൽകിയിട്ടില്ലേ പിന്നെന്തിനാണ് ഈ പണം കൊടുക്കുന്നത്?
അതല്ലേ ചോദിക്കുന്നത്. അത് legally- അതുകൊണ്ടാണല്ലോ നോക്കൂലി എന്ന് പറയുന്നത്. ആണല്ലോ, ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണല്ലോ കൊടുത്തേക്കുന്നത്. ഡോക്ടർ ജയരാജ്, ഒരു സേവനവും നൽകാതെ എന്തിന് 1,72,00,000 രൂപ വാങ്ങി എന്നാണ് അല്ലെ? സ്വാഭാവികമായിട്ടും സംശയം വരും, എന്തിനു വാങ്ങി. അതാണ് ഡോക്ടർ ജയരാജ് അതിനെയാണ് പച്ച മലയാളത്തിൽ നോക്കുകൂലി എന്ന് വിളിക്കുന്നത്. നോക്കുകൂലി അല്ലെങ്കിൽ മാസപ്പടി എന്നൊക്കെ വിളിക്കുന്നത് അതിനെയാണ് സാർ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ടേം വന്നത്. നോ സർവീസ് ഡെലിവേർഡ്. ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞല്ലോ. ഓക്കെ നോ സർവീസ് ഡെലിവേർഡ് എന്ന് പറഞ്ഞത് കർത്തയാണോ പറഞ്ഞത്, അതോ ഈ 2-3 കർത്ത പറഞ്ഞു, കർത്തയും പറഞ്ഞു, IT ഉദ്യോഗസ്ഥരും പറഞ്ഞു. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 100% ന്യായമായ ചോദ്യമാണ്. അത് ഞാനത് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. ഡോക്ടർ ജയരാജ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന്. ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഡോക്ടർ ജയരാജ് ഒന്നെങ്കിൽ താങ്കൾ ആ ഓർഡർ പൂർണ്ണമായി വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളെ എല്ലാവരെയും, കേരളത്തിലെ ജനങ്ങളെ മുഴുവനും നിങ്ങൾ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദയവായിട്ട് ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ഒന്ന് എടുത്ത് വായിക്കണം. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് 2018-19 മുതൽ 3 കൊല്ലത്തേക്ക് യാതൊരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി തന്നെ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുഖാന്തരം മുമ്പാകെ ബോധിപ്പിച്ചിരുന്നു, അഫിഡവിറ്റ് കൊടുത്തിരുന്നു, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു, മൊഴി കൊടുത്തിരുന്നു എന്ന് ആ ഓർഡറിൽ പറയുന്നുണ്ട്. 2017 സോഫ്റ്റ്വെയർ ആൻഡ് മാർക്കറ്റിംഗ് സർവീസസിന് വേണ്ടിയിട്ട് 2017 കരാറെഴുതി 2018-19 മുതൽ ആ സാമ്പത്തിക കരാറ് മുതൽ 3 വർഷക്കാലത്തേക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി ബോധിപ്പിക്കുന്നു. അവിടെ കമ്പനിയാണ്, അവിടെ ആര് മൊഴി കൊടുത്തു, എന്ത് മൊഴി കൊടുത്തു എന്ന് യാതൊരു പ്രസക്തിയില്ല. കർത്ത കൊടുത്തുവോ, നീ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൊടുത്തുവോ, CMRL എന്ന് പറയുന്ന കമ്പനിയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. പറയൂ. അത് തന്നെ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പണം എഗ്രിമെന്റിന് അനുസരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതാണ് അതിന്റെ കറക്റ്റ്. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും അങ്ങനെ തന്നെയാണ്. യാതൊരു വൈചിത്ര്യവും ഇല്ല അതിനകത്ത്. യാതൊരു വൈചിത്ര്യവും ഇല്ല. കൃത്യമാണ്. ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് സേവനം എന്ന് പറഞ്ഞാൽ സേവനം പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ മണ്ടത്തരത്തിന് ഞാൻ വഴങ്ങുന്നില്ല. സാർ ഒന്ന് കേൾക്കണം. ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും പണം നൽകണം എന്നുള്ളത് ഇപ്പൊ ഇത് നമ്മുടെ AK ബാലൻ സാറിന്റെ തീവ്രത കുറഞ്ഞ കുറ്റത്തെക്കാട്ടും വലിയ ന്യായീകരണമായി പോയി. ഇത് പണം കൊടുക്കണം, അതായത് കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സേവനവും ഞങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും നിങ്ങൾ പണം തരണം. ബേഷ് ഗംഭീരായിട്ടുണ്ട് ഡോക്ടറെ. ഇത് ആരാ വിഴുങ്ങേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ ഇത് വിഴുങ്ങണോ? ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും ഈ പണം അത് കമ്പനി കൊടുക്കണം എന്നുള്ളത് ഇത് കോടതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. അന്വേഷിച്ച് നോക്കൂ, സോഫ്റ്റ്വെയർ കമ്പനിയുടെ സർവീസസ് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കൂ. താങ്കൾ അത് അന്വേഷിച്ച് നോക്കിയതിനു ശേഷം പറയൂ. ഡോക്ടർ ജയരാജ്, താങ്കൾ വിദേശത്ത് സോഫ്റ്റ്വെയർ സർവീസസ് ഒക്കെ കൊടുത്ത ആളാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ പ്ലീസ്, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഇത് കാണുന്നവർക്ക്. കാരണം അതിനനുസരിച്ചുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യമാണോ പറയുന്നത് എന്നുള്ള കാര്യം. ഇല്ല സാറേ, എന്റെ ഒരു കമ്പനി ഉണ്ട്, ദയവായിട്ട് എനിക്ക് ഒരു കരാർ തരാനുള്ള സംവിധാനം ചെയ്യും. മെസ്സേജുകൾ വരുമല്ലോ, ഇത് കാണുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. എല്ലാവരും കാണുന്നുണ്ട് ഡോക്ടർ ജയരാജ്. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാവരും കാണുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, കാണട്ടെ. പ്ലീസ് ദയവ് ചെയ്ത് മലയാളികളെല്ലാം മണ്ടന്മാരാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണ് എന്നൊരു ധാരണ അത് ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണമാണ് ഡോക്ടർ ജയരാജ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ഇങ്ങനെ ആളുകളെ പറഞ്ഞ് പിന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ താങ്കൾക്ക്? അങ്ങനെയുള്ള കരാറുകൾ ഉണ്ടാവും.
അനിൽ, ഞാൻ ഒന്ന് പൂർത്തീകരിക്കാം. Please, അതായത് ഇക്കാര്യം കബളിപ്പിക്കേണ്ട കാര്യം അല്ല, ഞാൻ please, സത്യസന്ധമായിട്ടാണ് ഒന്ന് എന്റെ അറിവിലുള്ള ഈ കാര്യങ്ങൾ വിഷയത്തിൽ തന്നെയാണ് ഞാൻ തുറന്നു ഒന്ന് പറഞ്ഞത്. പൂർത്തിയാക്കട്ടെ, ഒന്ന് എനിക്ക് ഇതിനകത്ത് പൂർത്തിയാക്കട്ടെ. ആരെയും ന്യായീകരിക്കേണ്ടെന്ന കാര്യമില്ല, കബളിപ്പിക്കേണ്ടെന്ന കാര്യമില്ല. ഡോക്ടർ ജയരാജ് ഒന്ന് അല്ലാതെ പൂർത്തിയാക്കട്ടെ. മനസ്സിലായി നമുക്ക് എല്ലാവർക്കും. ഡോക്ടർ ജയരാജ്, നമുക്ക് താങ്കളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ശരി. താങ്കളുടെ ഒരു നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഒരു സംഗതി കൂടി, ഇതില് ഇങ്ങനെ ഈ പറയുന്ന ഈ സേവനത്തിന് യാതൊരുവിധ സേവനവും കൊടുക്കാതെ ആ കമ്പനി CMRL പൈസ കൊടുക്കുന്ന സമയത്ത് ഈ KSIDCയുടെ നോമിനി ഡയറക്ടറുടെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നു. ഇത് വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം KSIDCയുടെ നോമിനി ഡയറക്ടർ ഈ ഒരു പറയുന്ന CMRL കമ്പനിയുടെ ഈ 1.72 കോടി കൊടുക്കുന്ന ഈ ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത്, കിട്ടാത്ത സേവനത്തിന് പൈസ നൽകുന്ന സമയത്ത് ഗവൺമെന്റ് നോമിനി ഡയറക്ടർ എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? ആ മിനിറ്റ്സ് സത്യത്തിൽ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ KSIDC എതിർക്കും, 100% എതിർക്കും. കാരണം അടുത്ത പ്രതിപട്ടികയിൽ വരാൻ പോകുന്നത് KSIDCയുടെ നോമിനി ഡയറക്ടർ ആയിരിക്കും. സ്വാഭാവികമായിട്ടും KSIDC നോമിനി ഡയറക്ടർ പ്രതിപട്ടികയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നിരിക്കട്ടെ, എനിക്ക് നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം മാപ്പ് സാക്ഷിയായി വ്യവസായ മന്ത്രി ഇതിൽ കയറി പ്രതിപട്ടികയിൽ കയറി വരുമോ എന്നൊക്കെ നമുക്ക് നാളെ മേലാൽ കാണേണ്ട സംഗതികൾ. നമ്മൾ കണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അതും ഒരു മലർപ്പൊടിക്കാരന്റെ മനോരാജ്യമൊക്കെ കൊള്ളാം, നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. ബീഹാർ ജയിലിൽ പോകുന്ന മനോരാജ്യം കണ്ടു, മനോരാജ്യം കണ്ടു. ഒരാളും പറയാത്ത സംഗതിയാണ് ഡോക്ടർ. ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലും പണം കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാക്കുന്ന ഒരു അവസ്ഥ താങ്കൾ എത്തിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോഴും താങ്കൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. KSIDC എന്തിനാണ് ഈ അന്വേഷണത്തെ CMRL ഈ തുക കൊടുക്കുന്ന സമയത്ത് KSIDCയുടെ ഡയറക്ടർ ഇത് എതിർത്തിരുന്നുവോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.